GT Holidays, South India's #1 travel brand. Govi, a vernacular edutech brand, skilling everyone, everywhere. എല്ലാവർക്കും ഗലാട്ട പ്ലസ് മലയാള റിവ്യൂസിലേക്ക് സ്വാഗതം. ഭ്രമയുഗം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പണ്ട് സംവിധായകൻ മാർട്ടിൻ സ്കോർസെസെ ഒരു ഇൻ്റർവ്യൂവിൽ റേജിംഗ് ബുള്ള് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്തതെന്നുള്ളത് പറഞ്ഞ ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പുള്ളി പറഞ്ഞിരിക്കുന്ന നിരവധി കാരണങ്ങളല്ല, ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഫൈറ്റ് സീക്വൻസിൽ, അതായത് ബോക്സിംഗ് സീക്വൻസിൽ ഇപ്പം രക്തം പൊടിയുമ്പോൾ കളറിൻ്റെ ആഘാതം ഒന്ന് ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് യൂസ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ശരിക്കും ഞാൻ ഈ ഭ്രമയുഗം കാണുന്ന സമയത്ത് എനിക്ക് ഈ ചിന്തകളൊക്കെ ആയിരുന്നു മൈൻഡിൽ പോയത്. കാരണം ഈ കഥ നടക്കുന്നത് ഒരു പഴയൊരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു മനയിലാണ്. അപ്പോൾ ഈ മനയിൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. വേറെ ഒന്ന്, അതിൽ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പല ദൃശ്യങ്ങളും, നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ചില കഥാപാത്രങ്ങളും. താല്പര്യമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഈ കഥാപാത്രങ്ങളെ നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടു കഴിഞ്ഞാൽ പോയിട്ട് പരിചയപ്പെടാൻ തോന്നില്ല. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ഭ്രമയുഗത്തിൽ എല്ലാവരും. അപ്പം ഇതിലാകെ കൂടെ ഒരു 3-4 കഥാപാത്രങ്ങളേ ഉള്ളൂ. ഇനി കൂടുതൽ ഉണ്ടോ എന്നുള്ളത് ഞാൻ പറയുന്നില്ല, അത് സ്പോയിലേഴ്സ് ആയതുകൊണ്ട്. ഭ്രമയുഗത്തിൻ്റെ കാര്യത്തിൽ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റ് ശരിക്കും ഒരു യുക്തിസമമായിട്ടുള്ള ഒരു ചോയ്സാണ്. കാരണം ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇത് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു മണ്ഡലത്തിൽ നടക്കുന്ന കഥയാണോ, അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എൻ്റെ ഇടയിൽ നടക്കുന്ന കഥയാണെന്നുള്ളൊരു അങ്ങനെയുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വരും. നിരവധി കാരണങ്ങളുണ്ട്. ഇപ്പം ഒന്ന്, ഒരു ജാതി വിവേചനത്തിൻ്റെ ഒരു കാര്യം ഇതിൽ തൊട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ കഥാപാത്രങ്ങളുടെ ഒരു സ്വഭാവം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, സിനിമയിലുള്ള മൊത്തം ഒരു അന്തരീക്ഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. ഈ കാരണങ്ങൾ ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാലും വളരെ സിമ്പിളായിട്ട് ഒരു സാധാരണ സിനിമാ പ്രേക്ഷകന് ഇത് ശരിക്കും ഒരു സിനിമാറ്റിക് ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. ശരിക്കും നമുക്കത് കാണുമ്പോൾ അത് വേറെ ഒരു തരം എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒന്നാണ്. സംവിധായകൻ രാഹുൽ സദാശിവൻ്റെ അവസാനത്തെ സിനിമ ഭൂതകാലം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു പകൽ സമയത്താണ്. രാത്രി കണ്ടു കഴിഞ്ഞാൽ ഉറക്കം വരില്ല എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണ് അത് അങ്ങനെ കാണാതിരുന്നത്. അപ്പോൾ പകൽ സമയത്ത് ഞാനിത് കണ്ടിട്ട് പോലും എനിക്ക് ശരിക്കും വേർത്ത് പോയി. ഞാൻ ഇത് ആലോചിക്കാമല്ലോ, അതായത് നമ്മളൊരു പകൽ സമയത്ത് അങ്ങനെ തോന്നിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ സംവിധായകൻ്റെ ക്രാഫ്റ്റ് എന്തുമാത്രം അടിപൊളിയാണെന്നുള്ളത് നമ്മളിങ്ങനെ ഇരുന്ന് ആലോചിച്ച് പോകുമല്ലോ. ഭ്രമയുഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് രാഹുൽ സദാശിവൻ വളരെ വളരെ മുന്നോട്ട് കുതിച്ചൊരു ഫിലിം മേക്കറായിട്ടാണ്. പുള്ളിയുടെ ക്രാഫ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ടെക്നിക്കൽ ടീം, സിനിമാറ്റോഗ്രാഫർ ഷനാദ് ജലാൽ ഭൂതകാലം ഷൂട്ട് ചെയ്ത പുള്ളി തന്നെയാണ്. ഷെഫീഖ് മുഹമ്മദ് അലി എഡിറ്റിങ്, ക്രിസ്റ്റോഫ് സേവിയർ മ്യൂസിക്. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ശരിക്കും ഒരു പുറത്തു നിന്നുള്ളൊരു സിനിമ കാണുന്ന ഒരു ഫീലിംഗ് തന്നെയാണ്. ഇപ്പോൾ ശരിക്കും ഇത് ഇപ്പോൾ ഇവർ മലയാളത്തിൽ സംസാരിക്കുന്നതെന്നല്ലാതെ നമുക്കൊരു ഇത് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത സിനിമ തന്നെയാണോ എന്ന് പലപ്പോഴും തോന്നിപ്പോവും. അത്രയും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു ക്വാളിറ്റിയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഇതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് പേര് കൊടുമ്പൻ പോറ്റി. അപ്പം പുള്ളിയെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ ശരിക്കും പുള്ളിയെ ഫോട്ടോഗ്രാഫ് ചെയ്തിരിക്കുന്ന ഒരു രീതി, ഒരു വളരെ ഒരു അമാനുഷികമായിട്ടുള്ളൊരു സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ക്യാമറ ആദ്യം പുള്ളിയെ കാണിക്കുന്നത് വളരെ ഒരു ബാക്ക് എന്നുള്ളൊരു ഫ്രെയിമിംഗ് ആണ്, വളരെ മുകളിൽ നിന്നുള്ളൊരു ഗോഡ് ലെവൽ രീതിയിലുള്ള ഒരു ഫ്രെയിമിംഗ് ആണ് പുള്ളിയെ ഫോട്ടോഗ്രാഫ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ സീനിൽ പോലും ഒരു ബിൽഡപ്പിൻ്റെ ഒരു എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് പല ഫാക്ടേഴ്സും ഉണ്ട്. കോമ്പോസിഷൻ്റെ കാര്യമായി കഴിഞ്ഞാലും ഈ ചുറ്റുപാട് നിൽക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ റിയാക്ഷൻ ഷോട്ടുകൾ വളരെ പെട്ടെന്ന് പുള്ളിയുടെ മുഖം കാണിക്കുന്നതിന് പകരം ഇതൊരു ഒരു ഗ്രാജുവൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ആ പുള്ളിയുടെ ഒരു സാന്നിധ്യം നമുക്ക് ശരിക്കും ഒന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയിൽ ട്രെയിലറിൽ തന്നെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ജംപ് സ്കെയർസ് പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊരു ഡിസപ്പോയിൻറ്റിംഗ് ആയി തോന്നാം. കാരണം ഇതൊരു ടിപ്പിക്കൽ ഹൊറർ ഫിലിം രീതിയിലല്ല ഇവർ എടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്ക് പ്രിയപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ അതിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മളൊരു വളരെ വില്ലിംഗ് ആയിട്ട്, പുള്ളി അതൊരു ഭയങ്കര ഭീകര രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മളത് വളരെ വില്ലിംഗ്ലി നമ്മൾ അതിനോട് താല്പര്യപ്പെട്ട് പോവാണ്. ഇതിൽ ശരിക്കും പറയാൻ വെച്ചാൽ ഈ ഒരു ഹൊറർ സിനിമ എന്ന രീതിയിൽ ശരിക്കും നമ്മൾ അമ്പരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലെ അന്തരീക്ഷം തന്നെയാണ്. ഭയങ്കര ലോൺലി ആയിട്ടുള്ളൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള 2 കഥാപാത്രങ്ങൾ. അവർ ഈ കൊടുമ്പൻ പോറ്റി എന്ന കഥാപാത്രത്തിൻ്റെ ചിലന്തി വലയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. സിദ്ധാർത്ഥ് ഭരതൻ അർജുന അശോകനടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയാൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് ഇയാൾ തന്നെയാണ് ഇതിൻ്റെ തടവുകാരനും അതിൻ്റെ വാർഡനും. മമ്മൂട്ടിയുടെ കൊടുമ്പൻ പോറ്റി എന്ന ക്യാരക്ടർ ശരിക്കും നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പൈഡർ, അതിൻ്റെ വെബ്, അതിന് നിൽക്കുന്ന ഒരു ഇമേജ് ഇത് 2-3 തവണ സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ ഷെർലോക്ക് ഹോംസ് വായിച്ചവർക്കറിയാം,
ഈ അതിലെ മെയിൻ വില്ലനായ പ്രൊഫസർ മൊറിയാറ്റെക്കുറിച്ച് ഹോംസ് പറയുന്നൊരു ഡയലോഗുണ്ട്. അയാളൊരു ചിലന്തി വലയിൽ അതിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അപ്പം സ്പോയിലേഴ്സ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു പെർഫോമൻസ് അങ്ങനെയുള്ളൊരു രീതി തന്നെയാണ്. ഇപ്പോൾ ലോക സിനിമ കണ്ടവർ, ഇപ്പോൾ ഹോളിവുഡിൽ നിന്നും ഫോറിൻ സിനിമയും കണ്ടവർക്ക് ശരിക്കും ഈ കഥാപാത്രത്തെ കാണുമ്പോൾ അവർ മുമ്പ് കണ്ട ചില ക്ലാസികളൊക്കെ ഓർമ്മ വരും. ഇപ്പം ഇതിൽ തന്നെ സീൻസ് കാണുമ്പോൾ നമുക്ക് ഇൻസെപ്ഷൻ ഓർമ്മ വരും, മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഓർമ്മ വരും, പിന്നെ ഇൻവേഷൻ ഓഫ് ദ ബോഡി സ്നാച്ചേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ബ്രാം സ്റ്റോക്കേഴ്സ് ഡ്രാക്കുള, അതിൻ്റെ ചില വശങ്ങൾ ഇതിൽ കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ ഫോസ്റ്റിൻ ഇതിഹാസം, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഫസ്റ്റ് ക്ലാസ് തിയേറ്ററിക്കൽ ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ആണ്. അപ്പം താങ്ക് യു സോ മച്ച്. See you next time. GT Holidays, South India's #1 travel brand. GUVI, a vernacular edutech brand, skilling everyone everywhere.